അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാൾ തലേന്ന് മൈലാഞ്ചി ഇടൂലേ, അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പൊതുവേ മൈലാഞ്ചി ഇടുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങനെ നഖത്തുമിടും. പൊതുവേ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ മൈലാഞ്ചി ഇടണമെന്ന് വലിയ ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നഖത്തുമൊക്കെ ഇട്ടാൽ പിന്നെ ആ മൈലാഞ്ചി ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറായിട്ട് ഇങ്ങനെ ഓറഞ്ച് കളറായിട്ട് ഇങ്ങനെ വരൂലേ. അപ്പോൾ ആ വൈറ്റ് കളർ കാണാത്ത നഖം വലിയ ഭംഗി ഉണ്ടാവില്ല എന്നാണ് പറയാം. അപ്പോൾ ഏതായാലും ഞങ്ങൾ പെരുന്നാൾ പർച്ചേസിന് പോയപ്പോൾ മൈലാഞ്ചിൻ്റെ സ്റ്റിക്കറും മൈലാഞ്ചിയൊക്കെ വാങ്ങി കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയ ഒരു സ്റ്റിക്കറായിരുന്നു കേട്ടോ. പക്ഷേ അത് എടുത്ത് വന്നപ്പോൾ അതാകെ പൊട്ടിപ്പോയി കേട്ടോ. അത് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. പിന്നെ വേറെ ഒരു ബ്ലാക്ക് കളറിലെ വാങ്ങിയിരുന്നു. അത് നല്ലതാട്ടോ, നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ട് പൊട്ടിപ്പോയിട്ട് മോളെ വിളിച്ചായിരുന്നു. അപ്പോൾ മോളെടുത്തപ്പോഴും അതേപോലെ തന്നെ പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ അടിപൊളിയായിട്ട് ടൂറ് പോയോ, എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഗ്രീന് മാറ്റിയിട്ട് ഇതായി ബ്ലാക്ക് ഇട്ടു കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഞാനിതിങ്ങനെ നാട്ടിൽ നിന്ന് കാണുന്ന ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുണ്ടായില്ല. മൈലാഞ്ചി ഇടാത്തവർക്ക് പോലും സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ. എനിക്കൊന്ന് മൈലാഞ്ചി വരച്ചിട്ടൊക്കെ ഇടാമെന്നല്ലാണ്ട് ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരുത്തരും ഇടുന്ന അത്ഭുതമല്ല, അങ്ങനെയൊന്നും വയ്ക്കുമല്ലോ കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് പെട്ടെന്ന് ഞാൻ എടുത്തും ചെയ്തു കേട്ടോ. ഓവറായിട്ട് ഇങ്ങോട്ട് ചോക്കണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ചോക്കുന്ന ഒരു മൈലാഞ്ചി, അകത്തുമ്പോൾ ഞാൻ ഈ മൈലാഞ്ചി തന്നെ ഇട്ടിരുന്നത്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇത് കണ്ടപ്പോൾ മോൾക്ക് ഇടണമെന്നാറ്, മോളും ഇട്ടില്ല മൈലാഞ്ചി. അപ്പോൾ അവൾക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോന് പിന്നെ അവൻ്റെത് കാണിച്ചു തരാം കേട്ടോ. അവന് ഇതിന്ന് ആ പച്ച സ്റ്റിക്കറിന്ന് ഒരു ചെറിയ സ്റ്റിക്കർ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിലും പുറത്തും സെയിം എന്നെ ഇട്ടിട്ടത്. നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്ന് ഊരാം. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഡ്രസ്സ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇട്ടാലും നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി നാട്ടിൽ നിന്നൊക്കെ സ്റ്റിക്കർ വാങ്ങാൻ കരുതി. കാരണം ഇവിടുന്ന് നമ്മളിങ്ങനെ ഞാൻ സ്റ്റിക്കർ കാണുന്നുണ്ടെന്നല്ലാതെ ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആ മൈലാഞ്ചി കൊണ്ട് ഇടുന്നതിനെക്കാട്ടും എളുപ്പം തോന്നി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇതാവാനല്ല. എന്നിട്ട് കൈയിൻ്റെ ആ ഒരു വിരലിൻ്റെ ഭാഗം ഭയങ്കര ചുവപ്പ് കളറായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും ഇങ്ങനെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കേനും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ കൂടെ ഇതിൻ്റെ കൂടെ ഇല്ലതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അറബി മൂപ്പരെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഒരു അറബി കുറച്ച് ഗിഫ്റ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇതാട്ടോ ആ ഗിഫ്റ്റ്. നല്ല അടിപൊളി ഒരു പാത്രമായിരുന്നു കേട്ടോ. പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടുത്തെ ഒമാൻ സ്വീറ്റാണ്, ഇവിടുത്തെ ഒമാൻ അലുവ, അതിവിടെ ഫേമസ് ആട്ടോ. അതാണ് ഇവർ അധികം ആൾക്കാർക്കും ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പാത്രം, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. നമുക്കൊരു കൈ കൊണ്ടൊന്നും ശരിക്കും തുറക്കാൻ പേടിയാവും, അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു ഈ പാത്രത്തിന് കേട്ടോ. പാത്രത്തിൻ്റെ ഭംഗിയാണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ, നാട്ടിൽ പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകാനല്ലാതെ തോന്നൂല. പക്ഷേ നല്ല വെയിറ്റ് കാരണം വീട്ടിൽ കൊണ്ടുപോയി നടക്കുന്നുണ്ടാവില്ല. കാരണം എയർപോർട്ടിൽ നിന്ന് ഈ ലഗേജാണല്ലോ, അവർ എങ്ങനെ ഇടുക എന്തൊന്നും അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ എന്തായാലും പാത്രം കൊണ്ടുപോലും നടക്കില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള പാത്രമായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഒരു പാത്രത്തിൽ കൊടുക്കുക, ചെറിയൊരു പാത്രമായിരുന്നു കേട്ടോ. ഇത് പിന്നെ മക്കൾക്കും ഹസ്ബൻഡിനും കൂടി സ്പ്രേ ഗിഫ്റ്റ് കൊടുത്താൽ കേട്ടോ. നല്ല സ്പ്രേ, നല്ല ബ്രാൻഡ് സ്പ്രേ തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ ഈ മഞ്ഞുണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ ഞങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലാണ് കേട്ടോ. 24 എന്ന് പറയും, 24 hours നിൽക്കുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല സ്മെല്ലുണ്ടായിരുന്നത്. ഈ വാണ്ടഡിൻ്റെ 24 എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തു കേട്ടോ. ഏതായാലും നല്ല ഭംഗിയില്ല കവറിലും ആയിരുന്നു. അതേപോലെ നല്ല സ്മെല്ലും അതിന് സ്പ്രേനൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മൾ വിജയം. ഇതിപ്പോൾ നാളേക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും കൊടുക്കണം കേട്ടോ. പെരുന്നാളിൻ്റെ അന്നൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് അതിപ്പോൾ തന്നെ പൊളിച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് അവർ മോളത് പൊളിക്കുക കേട്ടോ. അത് എന്താണ്, എങ്ങനെ ഉള്ളിലാണ്, എങ്ങനെ കളറാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കൂടിൻ്റെ അതേ കളർ തന്നെ കേട്ടോ. കുപ്പിക്കും നല്ലൊരു യെല്ലോ ഒന്നും പറയാൻ പറ്റൂല, എന്നാൽ യെല്ലോ ഒരു ഗ്രീനാ, ഒരു ചാണകപ്പച്ച ഉണ്ടാവില്ല, അങ്ങനെയും പറയാമല്ലോ കുപ്പിൻ്റെ കളർ കേട്ടോ. മറ്റേ അവിടെ പിസ്ത വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.